ഇന്ന് പുലർച്ചെ മുതൽ NIA രാജ്യവ്യാപകമായി തുടങ്ങിയ റെയ്ഡ് പുരോഗമിക്കുമ്പോൾ 6 സംസ്ഥാനങ്ങളിലായി 22 ഇടങ്ങളിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. 10 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ്. ഒരു ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് ആരംഭിച്ചത്. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരാണ് ഇപ്പോൾ പിടിയിലായതെന്നാണ് സൂചന. ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിൻ്റെ ചില ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ റെയ്ഡ് വിവരങ്ങൾ അറിവായിട്ടില്ല. ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ദില്ലി, അസം, ഉത്തർപ്രദേശ്, കർണാടക തുടങ്ങിയ 6 സംസ്ഥാനങ്ങളിലായി 22 ഇടങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുന്നു. കൂടുതൽ പേർ പിടിയിലാകാനുള്ള സാധ്യതകളുണ്ട് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വ്യാപകമായ റെയ്ഡ്. കാരണം ഭീകര സംഘടനകൾ ഇന്ത്യയിൽ അവരുടെ സ്ലീപ്പർ സെല്ലുകളും മറ്റും പ്രവർത്തിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭീകര സംഘടനകൾ അവരുടെ മൊഡ്യൂളുകൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ബംഗ്ലാദേശിൻ്റെ ചില ഭീകര സംഘടനകളും ആസാം ഉൾപ്പെടെയുള്ളത് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഏതായാലും NIA ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാജ്യവ്യാപകമായി ഭീകരർക്കായി വലിയ റെയ്ഡ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.